وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون. ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ അതിൽ നാം ഉണ്ടാക്കുകയും അതിൽ നാം അരുവികൾ ഒഴുക്കുകയും ചെയ്തു. കഴിഞ്ഞ ആയത്തിൽ വരണ്ട് കിടക്കുന്ന ഭൂമിയെ അള്ളാഹു ജീവനുള്ളതാക്കി എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഈന്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളെക്കുറിച്ചും അരുവികളെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. നാളെ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഇതിൽ സൂചന നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിൽ നമുക്ക് കഴിക്കാൻ പലതരം പഴവർഗ്ഗങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അള്ളാഹു നമുക്കത് നൽകിയില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിലെ പഴങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഖുർആൻ അത്ര റെലവൻ്റ് അല്ലാതെ തോന്നിയിരുന്നേക്കാം. അള്ളാഹു നിർജീവമായ ഭൂമിയെ ആകാശത്ത് നിന്ന് മഴ ഇറക്കിക്കൊണ്ടാണ് ജീവസുറ്റതാക്കിയത്. എന്നാൽ കറുത്തിരുണ്ട നമ്മുടെ ഹൃദയത്തെ അള്ളാഹു ജീവൻ നൽകുന്നത് മുകളിൽ നിന്നും ഇറക്കിയ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. വെള്ളം മാലിന്യത്തെ ഇല്ലാതാക്കി ശുദ്ധീകരിക്കുന്നു എന്നതുപോലെ ഖുർആൻ നമ്മുടെ ആത്മാവിനെയാണ് ശുദ്ധീകരിക്കുന്നത്.